ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. എവിടത്തേക്കാന്ന് വെച്ചാൽ ഗോവക്ക്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ്. പോയാലോ? എരിവുള്ള ബർഗർ തിന്നാൻ വേണ്ടിയിട്ടാണ് ഗോവക്ക് പോകുന്നതെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ പോയി വന്നിട്ട് 2 ആഴ്ചയ്ക്ക് മേലെ ആയിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടിയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. ഇന്നെന്തായാലും എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ കണ്ണൂരിൽ നിന്നൊരു 10 മണീൻ്റെ ട്രെയിനാണ് പോകുന്നത്. ഓൾറെഡി ബുക്ക് ചെയ്തതായിരുന്നു. പക്ഷേ ടിക്കറ്റ് കൺഫേം ആവാത്തത് കാരണം തത്കാലിൽ ബുക്ക് ചെയ്തു. പിന്നെ പൂനെ സൂപ്പർ ഫാസ്റ്റ് ERS പൂനെ SF എക്സ്പ്രസ്സിലാണ് പോയത്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ കണ്ണൂരെത്തും. അപ്പോൾ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, ചേച്ചിയും ഹസ്ബൻഡ്. അവർ തലശ്ശേരിയിൽ നിന്നാണ് കയറിയത്. അപ്പോൾ അവർ ഒരു 9:30 ആകുമ്പോൾ അവിടെ നിന്ന് കയറി. അപ്പോൾ കണ്ണൂർ ഒരു 10 മണി. ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുവരാൻ ചെയ്തേ, പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട. പിന്നെ ട്രെയിനിലുള്ള ഫുഡും അത്ര ഇഷ്ടമല്ല ആർക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്നാക്സും ഫുഡ്, അതായത് 4 പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള കറികളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കുറേ തുരങ്കങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ ഇരുടായിട്ട് കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യം ചായയും സ്നാക്സൊക്കെ കഴിച്ചു. അതിന് ശേഷം പൊതിച്ചോറ് കഴിച്ചു. പൊതിച്ചോറൊക്കെ ഭയങ്കര നോസ്റ്റാൾജിക് ഫീലായിരുന്നു. കുറേ കാലമായിട്ട് ഒരു പൊതിച്ചോറ് എന്നിട്ട് വീട്ടിൽ നിന്ന് എടുക്കുന്നത്, അല്ലാത്തതല്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് പൊതിച്ചോറ് കഴിച്ചിട്ട് കുറേ കാലമായി. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉറങ്ങാനൊക്കെ തുടങ്ങി. ഞാനും ഭർത്തൻ്റെ മുകളിൽ കയറി കുറച്ച് സമയം ഉറങ്ങി. ഈ ഒരു ട്രെയിൻ ഗോവയിലെത്തുന്നത് 5:30ക്കാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇത് ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പിടിച്ചിടും, കർവാർ, കാനാക്കോന്. അപ്പോൾ 6:15 എത്തിയപ്പോൾ. അപ്പോൾ അതാ ഫൈനലി മഡ് ഗോവ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പെങ്ങളെ മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെയാണ് വീട്. ഞാൻ മുൻപ് ഗോവയിലുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീടെത്തി. ആൻറ്റി ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കസിൻ്റെ മോൻ, ആൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെ കണ്ടതിൽ. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അച്ഛനൊരു കർണാടകക്കാരനായതുകൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങളാണ്. അവിടെ ഞങ്ങൾ കർണാടകയിൽ പോയാലും അവിടെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റി അതൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതാ കസിൻ്റെ വൈഫാണ്. എൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പോസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ ടയർഡ്നെസ്സൊന്നുമില്ല. ചായ ಬೇಡಲ್ಲ ನಿಮಗೆ ಸಕ್ಕರೆ ಜಾಸ್ತಿ ಇದೆಯಾ ನೋಡು, ಇದೆಯಾ ಇಲ್ಲ ಅಂತ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഫ്രഷായിട്ട് താഴേക്ക് വന്നു. അപ്പോൾ അവിടെ കേരളത്തിൽ അതേ ക്ലൈമറ്റാണ്. കേരളത്തിൽ ഈ പ്രാവശ്യം നല്ല തണുപ്പാണ്. പക്ഷേ ഗോവയിൽ അത്ര തണുപ്പില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആൻറ്റി ഇതാ ഡിന്നറൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി വെക്കാട്. ഞങ്ങൾ പോയ ദിവസം ഫ്രൈഡേ ആണ്. ഫ്രൈഡേ അവിടെ നോൺ വെജ് കുഴപ്പമില്ല. പക്ഷേ സാറ്റർഡേ അവർക്ക് പൂജയൊക്കെ ഉള്ളതുകൊണ്ട് അവർ വീക്കിലി 3 ദിവസം അങ്ങനെ നോൺ വെജ് കഴിക്കും. ബാക്കിയുള്ള ദിവസമൊന്നും നോൺ വെജ് കഴിക്കില്ല. അപ്പോൾ അവിടുത്തെ ചിക്കൻ കറീൻ്റെ റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അടിപൊളി. എനിക്ക് കർണാടകയിലെ ഫുഡൊക്കെ അതായത് പുറത്തുള്ള ഹോട്ടലിലെ ഫുഡല്ല, വീട്ടിൽ വെക്കുന്ന ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ആൻറ്റി നല്ല കുക്കാണ്, അടിപൊളിയാണ്. ആൻറ്റിയുടെ ചിക്കൻ കറി ആണെങ്കിലും എന്തുണ്ടാക്കിയാലും അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ആൻറ്റി വൈൻ കൊണ്ടെത്തന്നു. അപ്പോൾ വൈനൊക്കെ കുടിച്ചു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ചേച്ചിയുടെ ഏട്ടൻ്റെ ആനിവേഴ്സറിയാണ്. 10 years ആയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, പാട്ട് പാടി. ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ ഒരുമിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി, രാത്രി കറണ്ട് പോയാലൊക്കെ ഞങ്ങളിങ്ങനെ പാട്ട് പാടി ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെമ്മറീസൊക്കെ ഞങ്ങൾ വീണ്ടും അയവർക്കി.
വീണ്ടും ഒരു പ്രേമഗാനം പാടാം, നമുക്ക് പാടാം. വീണ്ടും ഒരു പ്രേമഗാനം പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനുരുകും ഗാനം, ഗാനം പാടാം, നമുക്ക് പാടാം. വീണ്ടും ഒരു പ്രേമഗാനം. Let us sing the song of love. Let us play the tune of love. Let us share the pangs of love. Let us play the thoughts of love. പാടാം, നമുക്ക് പാടാം, വീണ്ടും ഒരു പ്രേമഗാനം. അങ്ങനെ പാട്ടും വർത്തമാനവും പിന്നെ കുറേ മെമ്മറീസൊക്കെ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തു. ഒരുപാട് സമയം 1, 2, 3 ഇങ്ങനെ സമയം അങ്ങനെ പോയി. യാത്രയുടെ ടയർഡ്നെസ്സോ ഒന്നും നമുക്ക് അവിടെ കാര്യമില്ലായിരുന്നു. ഭയങ്കര ഒരു ഗെറ്റ് ടുഗദർ ഫീലിംഗ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.